ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡൈലൂട്ട. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ ഇപ്പോൾ ഇവിടെ ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ക്ലൈഡൂട്ടൻ കിടന്ന് നല്ല ഉറക്കമാണ്. അത് കാരണമാണ് ഞാൻ ഈ പുറത്തോട്ട് വന്നിട്ട് ഇൻട്രോ എടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവനെ അലമ്പാക്കും, എൻ്റെ എല്ലാ കാര്യങ്ങളും തെറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. തണുപ്പത്തിൽ ഞാനിങ്ങനെ ഇറങ്ങി ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഒത്തിരി നേരം നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര തണുപ്പാണ്. പിന്നെ ഇനിയിപ്പം അത് ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ചായി വരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ വന്നിട്ട് അധികം ദിവസം ആയിട്ടില്ലാത്തതുകൊണ്ട് എല്ലാം ഒരു റൊട്ടീനായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ഷടപടേ അവൻ എണീക്കുന്നതിന് മുമ്പ് വേണം എനിക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അവനുള്ള ഫുഡ് ഉണ്ടാക്കാനും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി അതും ചെയ്യണം. അവൻ എണീറ്റാൽ പിന്നെ അവൻ്റെ പുറകെ നടന്ന ഒരു കാര്യം നടക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട്. രാവിലെ തന്നെ ഞാൻ കുറച്ച് ഡ്രസ്സ് ഇന്നലെ വൈകിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി അത് ഇടാൻ പറ്റിയില്ല. രാവിലെ അതൊക്കെ ഒന്ന് നമുക്ക് വെച്ചിട്ടിട്ട് വരാം. ക്ലൈഡൂട്ടൻ ഉണ്ടാകുന്നതിന് മുൻപ് വരെ ഈ നേരത്തെ എണീക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ടാസ്ക്കായിരുന്നു. അന്നൊക്കെ നേരത്തെ അലാറമൊക്കെ സെറ്റ് ചെയ്തിട്ട് എങ്ങാനും എണീക്കാൻ താമസിച്ച് പോയാലും ഒരു കുഴപ്പമില്ല. നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കോംപ്രമൈസ് ചെയ്യും. ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം അന്നതൊരു ഓപ്ഷണലായിട്ടുള്ള കാര്യമായിരുന്നെങ്കിൽ ഇന്നതൊരു ആവശ്യമായിട്ട് മാറിയേക്കാണ് നേരത്തെ എണീക്കുക എന്നുള്ളത്. നേരത്തെ എണീറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ വന്നതോടുകൂടി വീട്ടിലായിരുന്നപ്പോൾ അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഫ്രിസ്റ്റിന് ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോവും. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ക്ലൈഡൂട്ടൻ്റെ കാര്യത്തിൽ ടേക്ക് കെയർ ചെയ്യാനായിട്ട്. അപ്പോൾ അവന് നമ്മളെപ്പോലെ പറഞ്ഞാൽ മനസ്സിലാവില്ല കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അവന് ഉറങ്ങുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അവൻ അങ്ങനെ ഉറങ്ങുന്നവനുമല്ല എപ്പോഴും കിടന്ന്. സോ ഞാൻ അതനുസരിച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് അറേഞ്ച് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായി. ഞാനിപ്പോൾ നിർബന്ധപൂർവ്വം എങ്ങനെയായാലും എത്ര വയ്യെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് ലേറ്റ് ആകാണ്ട് എണീക്കാറുണ്ട്. കാരണം ഞാൻ എണീറ്റില്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോപ്പായിപ്പോവും. ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ. രാവിലെ എണീറ്റ് വരുമ്പോഴത്തേനും നല്ല രസമാണ് പുറത്തൊക്കെ ഇറങ്ങി നിൽക്കാൻ. പക്ഷേ അധിക നേരം എനിക്കങ്ങനെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാറില്ല കേട്ടോ. അവനെ ഇട്ടിട്ട് അങ്ങനെ അധിക നേരം നിൽക്കാനും പറ്റില്ല. അവനെ കൊണ്ട് പുറത്തിറങ്ങാമെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ്. പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പം പിള്ളേർക്ക് എന്തായാലും അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. പിന്നെ ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി. ഞാൻ രാത്രി കിടക്കുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കിടക്കും കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ അത്രയും കൂടെ നമുക്ക് ആ ഒരു ടെൻഷൻ കുറഞ്ഞിരിക്കുമല്ലോ. പിന്നെ ഞാൻ രാവിലെ എണീക്കുമ്പം തന്നെ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം, കിച്ചണിൽ വന്നിട്ട് ചെയ്യുന്ന കാര്യം, ക്ലൈഡൂട്ടൻ്റെ അവൻ്റെ ഫുഡ് കൊടുക്കുന്ന ബോട്ടിൽസും അതുപോലെ തന്നെ അവൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. വൈകിട്ട് ഞാൻ കഴുകി വെക്കും, രാവിലെ ഇങ്ങനെ തിളപ്പിച്ചെടുക്കും. പിന്നെ ക്ലൈഡൂട്ടൻ എനിക്കിപ്പം ഒരു 7:30-8 മണി വരെയൊക്കെ ഉറങ്ങും. പക്ഷെ അത് പല ദിവസവും പല രീതിയിലായിരിക്കും. അവൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ അവൻ നേരത്തെ എണീക്കും, ചിലപ്പോൾ അവൻ താമസിച്ച് എണീക്കും. അത് കാരണം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം ഇതുപോലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഭയങ്കര ടെൻഷനായിരിക്കും. അവൻ്റെ കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല, നമ്മുടെ കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല. ആ ഫുൾ ഡേ ആകെപ്പാടെ കുളമായി പോവും. അപ്പം ഞാൻ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അന്നും ഇന്നും ഉപ്പുമാവ്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴും ഇതാകുമ്പം പെട്ടെന്ന് കാര്യം നടക്കും. അത് കാരണം ഉപ്പുമാവാണ് ഇന്നുണ്ടാക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഒരു റൊട്ടീൻ എനിക്ക് ഒരു പുതുമയാണ് കേട്ടോ. കാരണം ക്ലൈഡൂട്ടൻ ഉണ്ടാകുന്നതിന് മുൻപ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നമ്മൾ രാവിലെ ഡ്യൂട്ടിക്ക് പോവുക, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ താമസിച്ച് എണീക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഫുൾ ടൈം ഇവൻ്റെ കൂടെ ആണല്ലോ. തൽക്കാലം ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല. കാരണം നമ്മുടെ പ്രയോറിറ്റി കൂടുതൽ ക്ലൈഡൂട്ടനാണല്ലോ. സോ അവന് നമ്മൾ കൂടുതൽ മുൻതൂക്കം കൊടുക്കുക. ഇപ്പം ഞാൻ രാവിലെ ഓർത്തു ക്ലൈഡൂട്ടന് ഏത്തയ്ക്ക കുറുക്ക് കൊടുക്കാമെന്ന് ഓർത്തു. അവന് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ് കഴിപ്പിക്കാനായിട്ട്.
കൊടുക്കാനായിട്ട് ആൾക്ക് ഫുഡ് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചും കൊടുത്തും കയ്യിലെന്തെങ്കിലും ടോയ്സൊക്കെ കൊടുത്ത് ഫുഡ് കഴിപ്പിക്കാൻ മാക്സിമം നോക്കും. രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻസാണ് കേട്ടോ. ഞാൻ അതിനുള്ള എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ ഞാനും ഗ്ലൈഡൂട്ടനും ഇങ്ങോട്ട് വന്നിട്ട് ബഹ്റൈനിലോട്ട് വന്നിട്ട് ഇപ്പം ഒരു 2 ദിവസം ആകുന്നതേ ഉള്ളേ. ഫസ്റ്റ് ദിവസം ഞങ്ങൾ പുറത്തുനിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. പിന്നെ എന്നും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ നിന്നാൽ പറ്റുമല്ലോ. പിന്നെ ഞാൻ രാവിലെ തണുപ്പായതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. തൊണ്ടയ്ക്കൊക്കെ ചെറിയൊരു വേദന വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ അത് ഗ്ലൈഡൂട്ടനും പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഗ്ലൈഡൂട്ടൻ നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് ഗ്ലൈഡൂട്ടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തിനാ ഇപ്പം എണീറ്റ് വന്നേ? നീ എത്ര മണിക്ക് എണീക്കണേ? സാധാരണ 8 മണിക്ക് എണീക്കുന്ന ആള് ഇന്ന് 7 മണിയായപ്പോൾ എണീറ്റ് വന്നേക്കാണ് അവന്. നീ എൻ്റെ പെൺപിള്ളേർ ഉടുപ്പെടുത്തിട്ടേക്കുന്നേ? ഉറക്കം വന്നല്ലേ പോയിട്ടാ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഇങ്ങോട്ട് നോയിച്ചേ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. അത് ഞാൻ ഫ്രിഡ്ജിൽ പോലും വെക്കാന്. തരിട്ടാ തരിട്ടാ ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട്. പിന്നെ ഫ്രിസ്റ്റിൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോയി കേട്ടോ. ഞാൻ ആ സമയം കൊണ്ട് ക്ലൈഡൂട്ടനെ ബെഡിൽ കിടത്തിയേക്കാണ്. എനിക്കിവനെ ബെഡിൽ അങ്ങനെ കിടത്താനായിട്ട് അത്ര ഇഷ്ടമല്ല. കാരണം ഇവൻ താഴെ പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട് കേട്ടോ. അതിന് ഞാൻ നിലത്ത് ഒരു ഷീറ്റ് വിരിച്ച് അതിൽ കിടത്തി ഇവനെ. കിച്ചൻ്റെ അവിടെ ആയിട്ട് കൊണ്ടുവന്ന് കിടത്തി. ഇനിയിപ്പോൾ മുടിയൊന്നും അയച്ചിട്ടുള്ള ഷോ ഒന്നും നടക്കത്തില്ല. ക്ലൈഡൂട്ടൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. കേട്ടല്ലോ. ഇനി ഇവിടെ എനിക്ക് അധിക സമയം ഒന്നും വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാൻ സമയം കിട്ടത്തില്ല. പിന്നെ പെട്ടെന്നായിരിക്കുമല്ല ഇവിടെ കിടത്തേക്കുവാണ്. ഞാനിവിടെ അടുക്കളയിൽ കൊണ്ട് കിടത്തേക്കാണ് അവന് തൽക്കാലം. അല്ലെങ്കിൽ അവനെ കട്ടിലേ കിടത്തിയിട്ട് പോകുന്നവൻ താഴെ പോയാൽ എനിക്കറിയാൻ പറ്റില്ല. അതാണ് ഞാൻ ഇതുകൊണ്ട് എല്ലാം നിർത്തിയിട്ടേക്കാണ്. ഇതെല്ലാം വൃത്തിയാക്കണം. ഇനി ഇവനെ കുളിപ്പിച്ചൊരു ഉറക്കം കഴിഞ്ഞിട്ട് വേണം, ഉറക്കിയിട്ട് വേണം എനിക്കിത് ബാക്കിയും കൂടെ ചെയ്യാനായിട്ട്. നേരത്തെയൊക്കെ ക്ലൈഡൂട്ടനെ എവിടെയെങ്കിലും കിടത്തി അവന് മുൻപ് കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും കളിപ്പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുത്ത് അവൻ അതൊക്കെ പിടിച്ച് കിടക്കാമായിരുന്നു കേട്ടോ. ഒരു തവണ കയ്യിൽ കിട്ടി അതിൻ്റെ ഒരു ആകാംക്ഷയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് പിന്നെ അതിനോട് വലിയ താല്പര്യമില്ലേ. പക്ഷേ ഇപ്പോൾ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. അവന് ചെറുതായിട്ട് വാശിയൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ കിച്ചണിൽ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവൻ്റെ അടുത്ത് ഈ കളിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവൻ നന്നായിട്ട് കിടന്ന് കാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം രണ്ടിടത്തും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അവനുള്ള കുറുക്കുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ അടുത്ത് വർത്താനം പറയുന്നുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും കിച്ചണിലൊക്കെ നിന്ന് നോക്കുവാണെങ്കിൽ അവിടെ നിന്ന് പുള്ളി ഇങ്ങനെ ഫുള്ള് നോക്കും. അവന് ഏറ്റവും ഇഷ്ടം നമ്മളിങ്ങനെ പണിയൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവനെ ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് ചെയ്യണം. അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അവനതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും, എന്താ ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ മുഖത്തോട്ട് നോക്കും. അല്ലാതെ ആശാനെ ഇപ്പം നേരത്തെ കിടത്തുന്ന പോലൊന്നും അങ്ങനെ കിടത്തിയാലൊന്നും അവൻ കിടക്കത്തുമില്ല. ഇനി ഇവന് ഈ ഫുഡ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ചില സമയത്തൊക്കെ അവൻ കഴിച്ചോളും. പക്ഷെ ചിലപ്പോൾ അവൻ്റെ മൂഡ് ശരിയല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രിസ്റ്റിൻ പോയപ്പോൾ അവൻ നന്നായിട്ട് കിടന്ന് കരയുന്നുണ്ടായിരുന്നു. ഫ്രിസ്റ്റിനെ എടുത്തുകൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് പോയപ്പം കരഞ്ഞു. അതുകൊണ്ട് രാവിലെ തന്നെ ആൾ മൂഡ് ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് കാരണം ഫുഡ് കൊടുക്കാൻ വലിയ പ്രശ്നമാണ്. ഞാൻ പിന്നെ ഇപ്പോൾ എടുത്തുകൊണ്ട് നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ കയ്യിൽ കൊടുക്കുകയും വെള്ളം ടാപ്പ് തുറന്നിട്ടൊക്കെ അതൊക്കെ കാണിച്ചാണ് ഫുഡ് കൊടുക്കുന്നത്. പക്ഷെ നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അവന് ഇപ്പോൾ കമന്ന് വീണ് ജസ്റ്റ് ഒന്ന് ഇഴയാൻ തുടങ്ങിയ പിന്നെയാണ് ഇവനിങ്ങനെ. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കൊടുക്കാൻ ഈസി ആയിരുന്നു. അവൻ നേരെ ഇങ്ങനെ കിടന്നോളും. നമ്മൾ തലയൊന്ന് പൊക്കി വെച്ചിട്ട് ഫുഡ് കൊടുത്തേച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം കുറേ ചേഞ്ചസ് വന്നതോടെ അതൊന്നും നടക്കുന്നില്ല. അവൻ്റെ അടുത്ത് നമ്മുടെ അടവൊന്നും നടക്കത്തില്ല.
അവനിപ്പോൾ എല്ലാം മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ അവനെ കുറുക്കൊക്കെ കൊടുത്ത് കുളിപ്പീരൊക്കെ കഴിഞ്ഞ് ആശാനെ ഇങ്ങനെ കൊണ്ട് കിടത്തിയേക്കാണോ. ഇനി സാധാരണ ഇപ്പം തണുപ്പൊക്കെ ഇവിടെ ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ കുറച്ച് നേരമൊക്കെ ഉറങ്ങും. അല്ലെങ്കിൽ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇവന് പകലേ ഉറക്കില്ല, ഒരു 10 മിനിറ്റൊക്കെ കിടന്ന് ഉറങ്ങത്തുള്ളൂ. അപ്പോൾ അവൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒന്ന് ചെയ്യാമെന്ന് വെച്ചോട്ടോ. സ്കിൻ കെയർ ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്ത കാലം ഞാൻ മറന്നു. പക്ഷേ എന്നാലും ഞാനത് സ്കിപ്പ് ചെയ്യാറില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ മോയ്സ്ചറൈസർ, ഫേസ് വാഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇനി നേരെ നമുക്ക് കിച്ചണിൽ അംഗമുണ്ട്. ഇത് അവനെ പെട്ടെന്ന് ഉറങ്ങുന്നതിന് നേരെ തപ്പപ്പം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പെൻഡിങ് വർക്ക്സ് അവിടെ ഇടുക, അതേ നടക്കത്തുള്ളൂ. എന്നിട്ട് അവൻ ഉറങ്ങിക്കഴിയുമ്പം ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഞാൻ കിച്ചണിലോട്ട് വന്നിട്ട് മുമ്പത്തെ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. നേരത്തെയൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ അവിടെ ഇട്ടിട്ട് കുറച്ച് എപ്പോഴേലും എനിക്ക് ടൈം കിട്ടുമ്പോൾ എപ്പോഴേലും ഒക്കെ ചെയ്താൽ മതി എന്ന് ഓർക്കായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ ക്ലൈഡൂട്ടൻ എന്ത് ടൈം പറയുന്നു അതാണ് നമ്മുടെ ടൈം. അത് കാരണം ആശാൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തീർക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ തന്നെയായപ്പം ഇവിടെ വന്ന് ഇവൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കേണ്ടി വന്നപ്പോൾ എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. അത് കാരണം ഞാൻ വീട്ടിൽ വെച്ച് തന്നെ കുറേയൊക്കെ മാക്സിമം ഇവൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കുമായിരുന്നു. ഫുഡ് കൊടുക്കൽ, കുളിപ്പിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അമ്മ ഉണ്ടായിരുന്നപ്പോൾ അമ്മയും കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പം എനിക്കത് അത്ര വലിയ ടാസ്ക്കായിട്ട് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഞാനിവിടെ വന്നിരുന്നെങ്കിൽ പെട്ടുപോയേനെ. എല്ലാ കാര്യങ്ങളും കൂടെ മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ക്രിസ്റ്റിനും നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇവിടെ ഉള്ളപ്പം ക്രിസ്റ്റിനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫുഡ് കുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്കും അതത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പം കണ്ടല്ലോ, ഇതാണ് ഇപ്പം എൻ്റെ തൽക്കാലത്തെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. ഇപ്പം വീഡിയോ ഒന്നും ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല ഷൂട്ട് ചെയ്തേക്കുന്നത്. കാരണം എൻ്റെ റിംഗ് ലൈറ്റൊക്കെ ഇതിൻ്റെ ഇടയിലെങ്ങാണ്ടിരിക്കുകയാണ്, അതെല്ലാം ഇനി കണ്ടുപിടിക്കണം. അതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കില്ല. ഇപ്പം ക്ലൈഡൂട്ടൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാനത് ആ സമയം കൊണ്ടൊക്കെ തീർത്താണ്. അതാണ് ഞാൻ ഇത്രയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇത്രയും ലേറ്റ് ആയത്. ഇപ്പോൾ ഒരു കുറച്ച് ദിവസം കൊണ്ട് ഓക്കെ ആയിക്കോളും. ഒന്നെല്ലാം ഒന്ന് അറേഞ്ചായി വന്ന് കഴിയുമ്പോൾ സെറ്റാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു പെട്ടെന്നൊരു മോർണിംഗ് റൊട്ടീൻ ഒരു വീഡിയോ എടുക്കണം തോന്നി അങ്ങ് എടുത്തിട്ടെന്നേ.